പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് കേട്ടോ ഗൈസ്. നമ്മളിതാ കോയമ്പത്തൂരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അത് മാത്രമല്ല കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് എന്നാലും ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സ്വത്ത് അതായിട്ട് അവിടെ വിളിക്കുന്നുണ്ട്. അവൾ കാറിൻ്റെ അകത്താണ്. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ട് ഷോപ്പിലോട്ട് പോയതാണ്. അപ്പോൾ ഇതാ സ്വത്തിന് ഫുഡൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. അങ്ങനെ കേട്ടോ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് റെഡിയായി മാറ്റി നിൽക്കാട്ടോ ഗൈസ്. കോയമ്പത്തൂർ പോകാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളിതാ സ്വത്തനൊക്കെ എടുത്ത് അവളെ ഉണർന്നിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ എടുത്ത് അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ഇതാ ഒരു 8 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങുന്നത്. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് അങ്ങനെ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ വിശന്നപ്പോൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളുടെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ഫ്രണ്ട്സ് ഇതാ സുബേറിക്കും കുട്ടേട്ടനും വൈഷ്ണും ആൾത്തത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി അതുപോലെ തന്നെ പൊറോട്ടയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇനി ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങി ഗായ്സ്. അപ്പോൾ ഇതാ നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു, ചായ കൂടി എല്ലാവരും ഇതാ ചായ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കോയമ്പത്തൂർ പിടിക്കാൻ പോകണ്ട ഗായ്സ്. കാരണം കോയമ്പത്തൂർ എത്താനായിട്ടോ ഗായ്സ്. നമ്മളിതാ കണ്ടില്ലേ, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലായ ഒരു തമിഴ്നാട്ടിൻ്റെ ആ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മളിത് അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്തിനാണ് മെയിനായിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ഭയങ്കര വിലക്കുറവിൽ നമുക്ക് ഐറ്റംസുകളൊക്കെ കിട്ടും. എന്ത് സാധനമാണെങ്കിലും നമുക്ക് നല്ല, അതായത് നമ്മളെ നാട്ടിലത്തെ വില അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വിലക്കുറവിൽ തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ. നമ്മൾ നല്ല സ്റ്റേണായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിലൊക്കെ നന്നായിട്ട് നമുക്ക് വില പേശണം. അപ്പോൾ വില പേശാനൊക്കെ അറിയെങ്കിൽ അങ്ങനെ നന്നായിട്ട് കുറഞ്ഞ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കടയിൽ പോയി നോക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കടയിൽ പോയി നോക്കിയിട്ട് അപ്പോൾ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ അതിന് 3000 രൂപ സെക്കൻഡ് ഹാൻഡിന്. അപ്പോൾ വേറൊരു കടയിൽ പോയി നോക്കിയിട്ട് അപ്പോൾ അതിന് 3000 രൂപയുള്ളൂ ഒറിജിനൽ സാധനത്തിന് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും പോയി വീഴാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ പോകുമ്പോൾ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കുക. അല്ലാണ്ട് ബബ്ബൊക്കെ അടിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ പൈസയും കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരേണ്ടി വരും കേട്ടോ. ആ ഒരു അവസ്ഥ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല സ്റ്റേണായിട്ട് തന്നെ നമ്മൾ അവരോടത്ത് സംസാരിച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുക. നല്ല വിലക്കുറവിൽ എന്താ പറയുക, നമ്മളെ നാട്ടിലത്തേനേയും കാട്ടി അതായത് പകുതി വിലക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല നമ്മളെ നാട്ടിലത്തെ അപേക്ഷിച്ചിട്ട് നല്ല വിലക്കുറവിൽ കിട്ടും. പക്ഷെ നമുക്ക് സാധനങ്ങളൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ലോഡ് കണക്കിനൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകണം നമ്മൾ കാണുന്നത്. അവിടെ പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എത്ര ആൾക്കാരാണ് ലോറിയിലും മറ്റും കാറിലും അങ്ങനെ കുറേ സാധനങ്ങൾ കാർബോർഡ് പെട്ടിയിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ കോയമ്പത്തൂർ എത്തിയിട്ടോ ഗായ്സ്. ഇതാ കോയമ്പത്തൂർ എത്തി നമ്മൾ കാറൊക്കെ നിർത്തി നമ്മളിത് ഓരോ ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ ഇതാ മാൾത്താത്തൻ്റെയും സുബേർഖാൻ്റെയും വീടിൻ്റെ കുടിയിരിക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാ പൈപ്പും അതുപോലെ തന്നെ വാഷ് ബേസ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളെ അതിപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വാഷ് ബേസ് അങ്ങനത്തെ കടകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇങ്ങനത്തെ കടകളാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ആ ഒരു കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷൻ ആയിട്ടാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്, പക്ഷെ അതൊക്കെ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഉള്ളത് തന്നെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒക്കെ ഓരോ കടകൾ മാത്രമാണ്. അപ്പോൾ ഇലക്ട്രിക് സംഭവത്തിൻ്റെ കടകളാണെങ്കിൽ ആ ഒരു കടകൾ മാത്രമായിരിക്കും കേട്ടോ. പിന്നെ അതാ അവിടെ മുറ്റത്ത് ഇങ്ങനെ കോലൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വത്തൂനായിട്ട് ഇങ്ങനെ വന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുതിരവണ്ടിയും അങ്ങനെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അടല്ലേ കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട്. കുതിരവണ്ടി ഇതാ ഒരു കുതിര അതാ അങ്ങനെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. കുതിരവണ്ടികളൊക്കെ ഇഷ്ടം പോലെ കണ്ടു നമ്മൾ. അങ്ങനെ ഇതാ ഒരു ചായക്കൊടി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ടോ. സമയം വേണം, പിന്നെ നമുക്ക് പോകാനും നേരം വേണം. നമ്മൾ ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ സമയം പോണത് അറിയേ ഇല്ല. അത്രയും എന്താ പറയുക തോനെ സാധനങ്ങളുണ്ട്. അത് മാത്രമല്ല അത്രയും വില കുറവാണ്. അപ്പോൾ നമുക്ക് പിന്നെയും
വാങ്ങിക്കാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3 മണി ആ ടൈം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നേരമാണ്. അപ്പോൾ നമ്മൾ അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ നേരെ 3 മണി എന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അവിടുത്തെ ചോറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ചോറും അതുപോലെ തന്നെ തൈരും അങ്ങനെയുള്ള തമിഴ്നാട് സ്റ്റൈല് പായസവും അതൊക്കെ ഉണ്ട് കേട്ടോ. പപ്പടവും അങ്ങനെ അടിപൊളി ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല, പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഇതാ നമ്മൾ അവിടുന്ന് നേരെ ഒരു ഓട്ടോയിൽ ഞങ്ങളെല്ലാവരും കയറി കൂടി അങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ ഇതാ മടിയിലൊക്കെയാണ് ഇരിക്കണത്. അങ്ങനെ ഇതാ നമ്മളങ്ങനെ അടുത്തത് നമ്മൾ പോണത് അവിടുത്തെ ഉക്കടം മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. പൊളി മാർക്കറ്റ് ഒക്കെ പറയും. അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു മാർക്കറ്റിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ആ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഗായ്സ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ആൾക്കാർ ആദ്യം പറഞ്ഞു ഇവിടെ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോയ്ക്കൊക്കെ നല്ല പൈസ അവർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 250 രൂപയാണ്. അങ്ങനെ 200, 250. അപ്പോൾ ഇയാൾ പിന്നെ പറഞ്ഞു 100 രൂപയ്ക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ ആ ഓട്ടോയിൽ കയറിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിതാ ഉക്കടം മാർക്കറ്റിൻ്റെ ആ ഒരു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറിയിട്ട് അതാണ് ഉക്കടം മാർക്കറ്റ് പറയുന്ന മാർക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ വണ്ടികളുടെ എല്ലാ തരം സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ, പുതിയ വണ്ടി ആയിക്കോട്ടെ പഴയ വണ്ടികളായിക്കോട്ടെ ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളും. ഇനിയിപ്പോൾ നമ്മൾക്ക് എവിടെയും കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ കേട്ടോ. കാരണം നാട്ടിലൊന്നും കേട്ടാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ ഉള്ളത്. ഞാനൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയിട്ട് ഗായ്സ്. ഞാനൊന്നും ഇതുവരെ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടും കൂടി ഇല്ല. നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ ഒരു അടുത്തൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളങ്ങനെ അടുത്തടുത്തടുത്ത് കടകളാണ്, നിറച്ച് കടകളാണ് കണ്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊന്നും പോവാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ, മറ്റേ നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങനെ കയറുമ്പോൾ അവരിങ്ങനെ വില പേശി അങ്ങനെ നല്ല വിലയിലൊക്കെ ആവും ചിലപ്പോൾ സാധനങ്ങൾ ഇതാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് സാധനത്തിന് 3000 രൂപയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ 3000 രൂപ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊപ്പം തന്നെ ഉള്ള കാരണമായിരിക്കും അങ്ങനെയൊക്കെ എന്താണാവും. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയില്ല. പിന്നെ അവരും ഒറ്റയ്ക്ക് പോയിട്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒറിജിനൽ സാധനത്തിന് 3000 രൂപയ്ക്ക് കിട്ടിയിട്ടോ നമുക്ക്. കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തായിട്ട് കടകളാണ് കേട്ടോ. നിറച്ച് കടകൾ. അതിന് മാത്രം സാധനങ്ങൾ എവിടുന്നാ വരുന്നത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടോ. അത്രയും സാധനങ്ങൾ എന്താ പറയുക, നമ്മൾ കണ്ട ഞെട്ടിപ്പോവും. എന്തൊക്കെയോ സാധനങ്ങൾ, എനിക്കറിയാത്ത എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. കണ്ടില്ലേ, ഒരുപാട് ഐറ്റം വണ്ടികളുടെ, അതായത് എന്താ പറയുക, സ്പെയർ പാർട്സ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളുണ്ട്. കണ്ടില്ലേ, ഇത് മറ്റേ സംഭവം. അങ്ങനെ നമുക്കിപ്പോൾ ഒരു വണ്ടി പുതിയ വണ്ടി വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കി തരും. അതിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കുറേ ഇലക്ട്രിക് കടകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതുകൊണ്ട്. ഒരു വണ്ടി വേണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി തരും. അതിനുള്ള സംഭവങ്ങളും സാധനങ്ങളൊക്കെ നിറച്ചുണ്ട് ഇവിടെ. ഒരുപാട് സാധനങ്ങൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ സാധനങ്ങളാണ്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സ്റ്റാൻഡായിട്ടൊക്കെ നന്നായി സംസാരിച്ചിട്ടൊക്കെ വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബബ്ബ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള പൈസയും കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങിച്ച് പോരേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ എല്ലാ കടകളൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുക. ഇവിടുത്തെ വില ആയിരിക്കില്ല അപ്പുറത്തുണ്ടാവുക, ചിലപ്പോൾ അതിലും കുറഞ്ഞ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം കുറച്ച് ചോദിച്ചു നോക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ കുറച്ച് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വന്ന് നോക്കുക. വണ്ടികൾക്കൊക്കെ സാധനങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാർക്കറ്റിലേക്ക് ഒന്ന് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലാഭം തന്നെ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അത്രയും വില കുറവിനാണ്, പകുതി പൈസക്കൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ. അതുമാത്രമല്ല സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ, പുതിയ സാധനങ്ങൾ വേണമെങ്കിൽ അതും ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വന്നിട്ട് നോക്കി നോക്കും കേട്ടോ. പിന്നെ കേട്ടോ ഇവിടെ ഈ ഒരു നമുക്ക് ഇതാ കണ്ടില്ലേ, സെക്കൻഡ് ഹാൻഡ് സൈക്കിളുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ സാധനങ്ങൾ എന്തൊക്കെ വേണം, മോട്ടറുകൾ സംബന്ധിച്ചിട്ടുള്ള മോട്ടറുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്കുള്ള മോട്ടറുകളും പിന്നെ എന്താ പറയുക മെഷീൻ കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. മോട്ടറിൻ്റെ സംഭവങ്ങൾ, പലതരത്തിലുള്ള മോട്ടറുകൾ, ടയറുകൾക്കൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പകുതി വിലയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വാങ്ങിച്ചു കേട്ടോ എക്സ്ട്രാ. പിന്നെ ഇതാ വേറെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. വണ്ടീൻ്റെ എന്തൊക്കെയോ സാധനങ്ങളാണ്, പക്ഷേ അതിനൊക്കെ നല്ല വില കുറവാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ.
കേട്ടോ. ആൾക്കാർ എത്ര സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്, ലോഡ് കണക്കിന് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോണത്. നമ്മളിപ്പോൾ മറ്റേ ഇലക്ട്രിക് കടകളൊക്കെ അങ്ങോട്ടൊക്കെ പോയല്ലോ, അപ്പോൾ അവിടുന്ന് അതെ ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ ആട്ടോ കാണാൻ പറ്റിയത്. ഒരുപാട് സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്, കാരണം അത്രയും വില കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. നല്ല വില കുറവിന് നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇവിടുന്ന് ടയറും പിന്നെന്താ കാറിലിടാനുള്ള മാറ്റ് പിന്നെന്താ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ എന്താ പറയുക സ്വത്ത് തട്ടോടൊക്കെ നടന്ന് കാണുകയാണ്, കാരണം ഒരുപാട് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ കുറേ കടകളിലൊക്കെ പോയി നോക്കി അങ്ങനെ കണ്ടില്ലേ, നല്ലൊരു അടിപൊളി നമുക്ക് എന്താ പറയുക കുറച്ച് പൈസയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. വണ്ടീൻ്റെ ആവശ്യത്തിന് മാത്രമല്ല കേട്ടോ, അവിടെ വേറെയും ഒരുപാട് കടകളുണ്ട്. ഈ ഒരു ഭാഗത്തല്ല കേട്ടോ, ഹോൾസെയിൽ ഡ്രസ്സ് കടകളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോപ്പുകൾ വേറെ കടകളുണ്ട്. അങ്ങനെ മോട്ടറുകളൊക്കെ പിന്നെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയുക അങ്ങനെ ആയിട്ടുള്ള ഹോൾസെയിൽ സംഭവങ്ങൾ ഫുള്ള് ഈ ഒരു കോയമ്പത്തൂർ നല്ല വില കുറവിന് എന്നെ കേട്ടു കേട്ടോ. ടാർപ്പായകളൊക്കെ പകുതി വിലയ്ക്ക്, അത് ഈ ഒരു ഉക്കുട മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ടാണോ ടാർപ്പായകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പകുതി വിലയ്ക്കുള്ളൂ കേട്ടോ, പകുതി വിലയുള്ളൂ ടാർപ്പായക്കൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല ലാഭത്തിൽ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതാ നമ്മൾ പുറത്തോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡ്രസ്സ് കടയ്ക്ക് നമ്മൾ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പോകാൻ പറ്റിയില്ല കേട്ടോ, അപ്പോൾ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ആദിയോഗിനെ കാണാണ്ട് പോകാനും പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് എന്താ പറയുക 7 മണി 7:30 ആ ഒരു ടൈമിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ എത്തണം എന്നുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വേഗം ഇറങ്ങുകയാണ് കേട്ടോ ഗായ്സ്. വേഗമല്ല, ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാവും ഇവിടുന്നൊക്കെ ഇറങ്ങുമ്പോൾ. അങ്ങനെ ആ ഒരു ടൈമിൽ ഇറങ്ങി. പിന്നെ നമുക്ക് ഡ്രസ്സ് കടയ്ക്കൊന്നും പോകാനുള്ള നേരം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതാ നമ്മൾ നേരെ കേട്ടോ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിതാ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഈ ഒരു ഭാഗത്താണ് കേട്ടോ, ഇവിടെ വലതുവശത്തായിട്ടാണ് നമ്മളെ ടാർപ്പായൻ്റെ കടകൾ കേട്ടോ. ടാർപ്പായൊക്കെ പകുതി വില. പിന്നെ അതാ നേരെ അങ്ങോട്ട് പോകണം കേട്ടോ, നമ്മളെ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ കടയ്ക്ക് അങ്ങോട്ട് നേരെയാണ് കേട്ടോ പോകേണ്ടത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഉക്കട മാർക്കറ്റിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെയാണ് കേട്ടോ പോകേണ്ടത്, ഇങ്ങോട്ടല്ല അങ്ങോട്ടേക്ക്. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് ടാർപ്പായ. അപ്പോൾ നമ്മളിതാ വണ്ടിക്ക് കാത്തു നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ടാർപ്പായൻ്റെ കട എന്ന് പറഞ്ഞ കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെയാണ് ടാർപ്പായകൾക്കൊക്കെ പകുതി വിലയുള്ളൂ കേട്ടോ, ഏതെടുത്താലും പകുതി വിലയാണ്. അപ്പോൾ ഇതാ നമ്മൾ ടയറും പിന്നെ കുറച്ച് സാധനങ്ങൾ വേറെ എന്തൊക്കെയൊക്കെ വാങ്ങിച്ചപ്പോൾ നമ്മൾ ഏതാട്ടോ അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് ഒരു ഓട്ടോയിൽ തന്നെ നമുക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓട്ടോയിൽ കയറി നമ്മൾ സാധനങ്ങളും എല്ലാതും കൂടിയിട്ട് കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഓട്ടോ ഒക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ ആദ്യം ചിലപ്പോൾ ഓട്ടോക്കാർ ഞങ്ങൾ 6 ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ 6 ആൾക്ക് 2 ഓട്ടോയിൽ കയറണമെന്ന് കേട്ടോ ആദ്യം പറഞ്ഞു. ഒരു ഓട്ടോയ്ക്ക് എത്രയോ 200 അത്ര കേട്ടോ പറഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത ഓട്ടോ ഞങ്ങൾ നോക്കിയിട്ട് അപ്പോൾ അവർ പറഞ്ഞു 100 രൂപ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ നമ്മൾ ആ ഓട്ടോയിൽ പോയിട്ടോ. പിന്നെ അപ്പം നമ്മൾ എന്താണ് പറയുക, കൂടുതൽ ശ്രദ്ധിക്കുക. പൈസ ഒക്കെ പെട്ടെന്ന് തന്നെ ചിലവായി പോകാനുള്ള കുറേ സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നോക്കുക, ശ്രദ്ധിക്കുക. പിന്നെ നല്ല വില ഉണ്ട് കേട്ടോ അതിനൊക്കെ മറ്റേ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവാണെങ്കിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തി നിൽക്കുകയാണ് കേട്ടോ. ഓട്ടോ വന്ന് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇറക്കി നമ്മളിതാ നേരെ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോകാണ്ട ഗായ്സ്. അങ്ങനെ കാറിൻ്റെ അടുത്തെത്തി നമ്മളിതാ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മളെ ഡിക്കിയിൽ ഇടുകയാണ് കേട്ടോ. ഡിക്കിയൊക്കെ നിറഞ്ഞു കേട്ടോ, ഡിക്കിയിലൊന്നും ഒട്ടും സ്ഥലം ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി ആദിയോഗിനെ കാണാൻ വേണ്ടി പോകാണ്ട് ഗായ്സ്. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ആദിയോഗിനെ കാണാതിരിക്കാൻ പറ്റില്ല, കാരണം കോയമ്പത്തൂർ വന്നിട്ട് ആദിയോഗിനെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. നമ്മൾ കുറച്ചും കൂടി നേരത്തൊക്കെ വരണമെന്ന് വിചാരിച്ചാണ്, എന്നാൽ വെളിച്ചത്തുള്ള ആദിയോഗിനൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഈ നേരത്തെ എത്തിയാലും നമുക്ക് അതൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ. ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു റൂട്ട് പറയുന്നത് എന്താ പറയുക, നമ്മൾ വന്ന ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആദിയോഗിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ആ ഒരു
ഇവിടെ എത്തിയിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു ബസ്സൊക്കെ അങ്ങോട്ടുള്ളതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒട്ടും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു. നോക്കുമ്പോൾ നല്ല ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. അങ്ങനെ നമ്മളിതാ ഓൾമോസ്റ്റ് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിതാട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ കാറ് പാർക്ക് ചെയ്യാനുള്ള പൈസ നമ്മളാണ്ട് കയറണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എത്രയാ 30 രൂപയാ അത്രേ ഉള്ളൂ കേട്ടോ ആണ്ട് കയറാൻ വേണ്ടിയിട്ടുള്ള പൈസ. അങ്ങനെ ഇതാ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് ഇനി ഇതാ നേരെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പൊ സമയം 7:15 ഒരു 7:30ക്ക് തുടങ്ങുന്ന പറഞ്ഞത്, പക്ഷെ 7:20-25 ആകുമ്പത്തിന് സംഭവം തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മൾ 7:15 ആയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോവാണ്. പാർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനൊന്നും ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ കുറേ ദൂരെ എവിടേക്കോ പോയിട്ടാണ് പാർക്ക് ചെയ്തിട്ടോ. ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രയാ ജനങ്ങൾ വെച്ചിട്ടാ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഒരു ആദിയോഗിനെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല കേട്ടോ എത്രയും തിരക്കുണ്ടാവുന്നൊന്നും. ആദ്യമായിട്ട് വരികയായിരുന്നു. എന്തായാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷെ പകല് വരണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അത്രയും എന്താ പറയുക, നൈറ്റിനെക്കാട്ടി പകലൊക്കെ കാണാൻ, നൈറ്റ് പിന്നെ ആ ലൈറ്റ് ഷോ കാണാൻ പറ്റിട്ടോ. അത് നല്ലൊരു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. നല്ല നമ്മൾ കാണണമെന്ന് വിചാരിച്ചിരുന്ന സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ അടുത്ത് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ചായയും അതുപോലെ തന്നെ എന്തൊക്കെയാ വേണ്ടിച്ച എല്ലാ കടകളും ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഒരുപാട് സ്വാമിമാര്, അമ്പലമാണല്ലോ, അപ്പൊ അതാ സ്വാമിമാരും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മള് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതാ ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കാരണം അവിടെ എത്താൻ ഓൾമോസ്റ്റ് ഇത് അവിടെ തുടങ്ങും എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഓടിപ്പോവാണ്. കുറെ ആൾക്കാരൊക്കെ ഇതാ അവരൊക്കെ കുറെ മുന്നേ വന്നവരായിരിക്കും കേട്ടോ, അങ്ങോട്ട് മടങ്ങി പോരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിലാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ നമ്മളവിടെ എത്തി, ഓടിപ്പോയി എത്തി. അപ്പോൾ ഇതാ ലൈറ്റൊക്കെ ഓഫായി. അങ്ങനെ ഇതാ നമ്മളവിടെ നിന്നു കേട്ടോ. ലൈറ്റ് ഓഫായപ്പോൾ പിന്നെ നമ്മളവിടെ നിന്നു. പിന്നെ ഇതാ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ആ ഒരു ലൈറ്റ് ഷോ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കത് കാണാം കേട്ടോ ഗൈസ്.
അങ്ങനെ ഇതാ നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് ഇറങ്ങിയിട്ടോ ഗായ്സ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. ടൈം ഇപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്ട് ഗായ്സ്. അതാ ചായ അല്ല, നൈറ്റിലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ നമ്മളിവിടെ ഒരു കടയിൽ വന്നിട്ടുണ്ട്. പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ദോശ അതുപോലെ തന്നെ നെയ് റോസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇതാ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നമ്മളിതാ ഒരു 2 മണി പുലർച്ചെ ആ ഒരു ടൈമിലാണ് കേട്ടോ നൈറ്റ് നമ്മൾ അവിടെ എത്തിയത്. വീട്ടിലെത്തിയിട്ടുള്ളത് അത്രയും ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളവിടെ എത്തിയിട്ടുള്ളത്. കാരണം അത്രയും ലേറ്റ് ആയിട്ടല്ല നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ 4 മണിക്കൂറോ 4.5 മണിക്കൂറോ യാത്രയും സമയമുണ്ട്, ഓടാനും ഉണ്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാ സംഭവങ്ങളും, അതായത് നമ്മൾ കോയമ്പത്തൂർ കണ്ട്, ആദിയോഗിനെ കണ്ടു, കിടം മാർക്കറ്റ്, അങ്ങനെ നമ്മൾ വാങ്ങിക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് എന്താ പറയുക മൊത്തമായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വല്ലാണ്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട്, എന്നാലേ ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.